ഇന്ന് തയ്യാറാക്കുന്നത് ചെമ്മീൻ കൊണ്ടൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി, കുറച്ച് തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം വൃത്തിയാക്കിയ ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെമ്മീൻ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഇതൊന്ന് തുറന്ന് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് നേരം കൂടി ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് തക്കാളി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ തയ്യാറാക്കിയ ഫില്ലിങ് ഈ ബ്രെഡിൻ്റെ ഒരു പീസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായി ഓരോ പീസ് സവാളയും തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി മറ്റൊരു ബ്രെഡ് പീസ് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. ചെറുതായി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കാം. ഇങ്ങനെ തന്നെ ഞാൻ ബാക്കിയുള്ള ബ്രെഡും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം ഈ തയ്യാറാക്കിയ ബ്രെഡ് പീസ് എല്ലാം വെച്ച് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് പീസിൻ്റെ മുകളിലായി കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സൈഡ് ഒന്ന് മൊരിഞ്ഞ ശേഷം മറു സൈഡ് കൂടെ തിരിച്ച് ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ബ്രെഡും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിലുള്ള ബ്രെഡ് കുറച്ച് സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ട് ഇത് കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. മൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് ചെമ്മീൻ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത്. സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഒരു 4 മണി സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത്. ഞാനിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ചെമ്മീനും സോസും ബട്ടറും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. തീർച്ചയായും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ചെമ്മീനൊക്കെ ധാരാളമായി കിട്ടുന്നൊരു സമയം കൂടെയാണല്ലോ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വഴി അറിയിക്കുക.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്